മലയാളി സിനിമാ പ്രേമികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് എമ്പുരാൻ. പൃഥ്വിരാജിന്റെ സംവിധാന അരങ്ങേറ്റമായിരുന്ന ലൂസിഫറിന്റെ രണ്ടാം ഭാഗം 8 സംസ്ഥാനങ്ങളും 4 രാജ്യങ്ങളിലും ചിത്രീകരിച്ച സിനിമയുടെ ആഗോള റിലീസ് 2025 മാർച്ച് 27 ചിത്രത്തിന്റെ വിവരങ്ങളൊക്കെ രഹസ്യമായി സൂക്ഷിച്ചുകൊണ്ടാണ് പൃഥ്വിരാജ് ചിത്രീകരണം പൂർത്തിയാക്കിയത്. അതിലൊന്നാണ് ചിത്രത്തിലെ താരനിര. ലൂസിഫർ ഇല്ലാത്ത പലരും എമ്പുരാനിൽ ഉണ്ടാകും. മോഹൻലാൽ നായകനാകുന്ന ചിത്രത്തിൽ തമിഴിലെ ഒരു പ്രശസ്ത അഭിനേതാവുണ്ട്. ഇപ്പോഴിതാ എമ്പുരാൻ ലൊക്കേഷനിൽ താൻ കണ്ട കാഴ്ചയെക്കുറിച്ച് പങ്കുവച്ചിരിക്കുകയാണ് മുൻ ബിഗ് ബോസ് താരം കൂടിയായ RJ രഘു. പൃഥ്വിരാജ് നായകനാകുന്ന വിലായത് ബുദ്ധയുടെ ലൈൻ പ്രൊഡ്യൂസറാണ് രഘു. ഒരിക്കൽ എമ്പുരാൻ ലൊക്കേഷനിൽ പോകേണ്ട ആവശ്യം തനിക്ക് വന്നെന്നും അങ്ങനെയാണ് അവിടെ എത്തിയതെന്നും രഘു പറയുന്നുണ്ട്. പൃഥ്വിരാജ് എന്ന സംവിധായകൻ സംവിധാനം ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാനുള്ള സമയത്ത് മലയാളത്തിലെ പ്രശസ്തരായ 2 അഭിനേതാക്കളും തമിഴിലെ ഒരു പോപ്പുലർ ആയിട്ടുള്ള അഭിനേതാവുമായിട്ടുള്ള സംസാരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സീനാണ് എടുക്കുന്നത്. അത്രയും സ്പീഡിൽ അത്രയും പെർഫെക്ഷനിലാണ് അദ്ദേഹം കാര്യങ്ങൾ ചെയ്യുന്നത്. പൃഥ്വിരാജിന്റെ സംവിധാന രീതിയെക്കുറിച്ച് രഘു പറയുന്നത് ഇങ്ങനെയാണ്. വൈസ് പോഡ്കാസ്റ്റിൽ നൽകിയ അഭിമുഖത്തിലാണ് രഘു ഈ അനുഭവം പങ്കുവെക്കുന്നത്. ട്രാക്ക് ആൻഡ് ട്രോളി ഉപയോഗിച്ചുള്ള ഷോട്ടാണ് അപ്പോൾ എടുത്തിരുന്നത്. നമുക്ക് പരിചയം ഉള്ളതുകൊണ്ട് മോണിറ്ററിന്റെ പിന്നിൽ ഞാൻ കൗതുകത്തോടെ നിൽക്കുകയായിരുന്നു. ആ ആർട്ടിസ്റ്റിന്റെ എക്സ്പ്രഷൻ പുള്ളിക്ക് കിട്ടി. അത് കിട്ടിയാലും സാധാരണ ഒരു ബഫർ ടൈം ഉണ്ടാകും. അവിടെ അതൊന്നുമില്ല. കട്ട് ഓക്കെ, പരിപാടി കഴിഞ്ഞു. പിന്നീട് ജയൻ നമ്പ്യാരോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ തന്നെയാണ് അദ്ദേഹം ലൂസിഫറും റോഡാഡിയും ഡയറക്റ്റ് ചെയ്തത് എന്ന്. RJ രഘു പറഞ്ഞു വയ്ക്കുന്നത് ഇങ്ങനെ. പൃഥ്വിരാജിന്റെ ഏറ്റവും ഗംഭീര സംവിധാന മികവ് നമുക്ക് അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിലൂടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എമ്പുരാനിലും മറിച്ചൊന്നുമല്ല എന്ന് തന്നെയാണ് ഇതിനോട് അടുത്തു നിൽക്കുന്ന വൃത്തങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വിലായത് ബുദ്ധയുടെ ലൈൻ പ്രൊഡ്യൂസറായ രഘു പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. വിലായത് ബുദ്ധയിലും ഈ ടെക്നിക്കൽ ക്വാളിറ്റി പൃഥ്വിരാജിന്റേത് ഗംഭീരമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. സിനിമയുടെ ഒരു എൻസൈക്ലോപീഡിയ എന്ന് പൃഥ്വിരാജിനെ വിശേഷിപ്പിക്കുമ്പോൾ വിലായത് ബുദ്ധ എന്ന ചിത്രത്തിലെ ക്യാമറാമാൻ എന്നത് കാന്താര എന്ന ചിത്രത്തിന്റെ ക്യാമറാമാനാണ്. അദ്ദേഹം ഇന്ത്യൻ സിനിമയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമറാമാൻ എന്ന് തന്നെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് പോലും പൃഥ്വിരാജിന്റെ ടെക്നിക്കൽ വശത്തെക്കുറിച്ച് പറയുന്നത് കൗതുകത്തോടെയാണ് കേട്ടത്. എല്ലാവരും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. ക്യാമറാമാൻ പോലും വിചാരിക്കാത്ത ഒരു ലെൻസിനെ കുറിച്ച് സജസ്റ്റ് ചെയ്യുകയും ആ സീനിന് ആ ലെൻസ് ഉപയോഗിച്ച് ഷൂട്ട് ചെയ്തപ്പോൾ ഉണ്ടായ ക്വാളിറ്റിയെ കുറിച്ച് പറയുകയും ചെയ്യുകയായിരുന്നു രഘു. അത് എഡിറ്റിംഗ് ടേബിളിൽ കണ്ടപ്പോഴാണ് അവർ ഞെട്ടിപ്പോയതെന്നും ഒരു നായകൻ അങ്ങനെ ഒരു സജഷൻ വെക്കുമ്പോൾ ഞെട്ടിലോടെയാണ് അവരെല്ലാം അത് വീക്ഷിക്കുന്നത് എന്ന്. അപ്പോൾ അദ്ദേഹം ഒരു സംവിധായകനായി എത്തിയാലുള്ള ക്വാളിറ്റി പറയേണ്ടതില്ലല്ലോ. ലൂസിഫർ എന്ന സിനിമ ഇറങ്ങിയപ്പോൾ തന്നെ മലയാള സിനിമയിലെ ഒരു വ്യത്യസ്ത അപ്രോച്ചായിരുന്നു അതിലുണ്ടായിരുന്നത്. വ്യത്യസ്തമായൊരു ക്യാമറ രീതിയും തിയേറ്ററിൽ ഒരു വ്യത്യസ്ത എക്സ്പീരിയൻസും കിട്ടി. എമ്പുരാനിലേക്ക് വരുമ്പോഴും അങ്ങനെ ചില സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. എന്തായാലും എമ്പുരാന്റെ സംവിധാനമൊക്കെ കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ട് പൃഥ്വിരാജും സംഘവും. പൃഥ്വിരാജിനെ നായകനാക്കി ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്യുന്ന വിലായത് ബുദ്ധ എന്ന ചിത്രത്തിന്റെ അവസാനഘട്ട ചിത്രീകരണം ആരംഭിച്ചു എന്ന വിവരങ്ങളും എത്തുകയാണ്. ഇടുക്കി, ചെറുതോണി എന്നിവിടങ്ങളിലാണ് ചിത്രീകരണം നടക്കുന്നത്. എമ്പുരാന്റെ ചിത്രീകരണം പൂർത്തിയാക്കിയ ശേഷമാണ് പൃഥ്വിരാജ് വിലായത് ബുദ്ധയിൽ വീണ്ടും ജോയിൻ ചെയ്തത്. ഡബിൾ മോഹനൻ എന്ന ചന്ദനക്കടത്തുകാരനായാണ് പൃഥ്വിരാജ് സിനിമയിൽ അഭിനയിക്കുന്നത്. ഇതേ പേരുള്ള GR ഇന്ദുഗോപന്റെ കൃതിയാണ് സിനിമയാകുന്നത്. സച്ചി, പൃഥ്വിരാജ് എന്നിവർക്കൊപ്പം സംവിധായകനായിരുന്ന ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്യുന്ന വിലായത് ബുദ്ധ ഉർവശി തിയേറ്റേഴ്സിന്റെ ബാനറിൽ സന്ദീപ് സേനാണ് നിർമ്മിക്കുന്നത്. കാന്താര, 777, ചാർലി എന്നീ വമ്പൻ ഹിറ്റുകളുടെ ഛായാഗ്രഹനായിരുന്ന അരവിന്ദ് കശ്യപ്പാണ് ക്യാമറ. അനു മോഹൻ, ഷമ്മി തിലകൻ, പ്രിയമദ കൃഷ്ണൻ, ജയശ്രീ നായർ എന്നിവർക്കൊപ്പം TJ അരുണാചലം എന്ന ഇതര ഭാഷ താരവും ചിത്രത്തിൽ പ്രധാന വേഷമണിയുന്നു. ചിത്രത്തിന്റെ തിരക്കഥ രചിക്കുന്നത് ഇന്ദുഗോപനും രാജേഷ് പിന്നാടനും ചേർന്നാണ്. സംഗീതം ജേക്സ് വിജോയ്. എന്തായാലും ഭയങ്കര സർപ്രൈസുകളുമായാണ് പൃഥ്വിരാജ് നമുക്കൊപ്പം എത്തുന്നത്. പൃഥ്വിരാജിന്റെ സംവിധാനത്തിലെത്തുന്ന എമ്പുരാനിലും അങ്ങനെ ചില സർപ്രൈസുകൾ ഉണ്ട് എന്ന് പലരുടെയും വാക്കുകളിൽ നിന്നും വരികയാണ്. നമ്മൾ പോലും കരുതാത്ത താരനിര തന്നെ ഈ ചിത്രത്തിലുണ്ട്. ആ പ്രശസ്തനായ തമിഴ് നടൻ ആരാണെന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നതും.